കാസർഗോഡ് അങ്കടിമുകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ കമാനം നിർമ്മിച്ചത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗമായ സോമശേഖര വിഷയം ഉന്നയിച്ചതോടെ ബഹളത്തിൽ കലാശിച്ചു. സർക്കാർ വിദ്യാലയങ്ങളിൽ സ്പോൺസർഷിപ്പിലൂടെ കമാനം നിർമ്മിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പേര് വയ്ക്കുവാൻ ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുമോ എന്ന് UDF അംഗങ്ങൾ ചോദ്യം ഉയർത്തി. അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ CPM നേതാവായ അബ്ദുൾ റഹ്മാന്റെ സ്മരണാർത്ഥം കമാനം സ്ഥാപിച്ച് അതിൽ CPM ബാഡൂർ ലോക്കൽ കമ്മിറ്റി എന്ന് രേഖപ്പെടുത്തിയതാണ് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ബഹളങ്ങൾക്ക് വഴി തുറന്നത്. അത് പറ്റോ പറ്റില്ല എന്നുള്ളത് ഒരു പൊതുവായ തീരുമാനം നിലപാട് നമുക്കുണ്ടാകും. ഇല്ലെങ്കിൽ നാളെ നമ്മളെല്ലാ സ്കൂളുകളും ഇങ്ങനെ സ്കൂൾ കമാനത്തിൽ നിന്ന് CPM ലോക്കൽ കമ്മിറ്റി എന്ന് എഴുതിയത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം സോമശേഖര വിഷയം അവതരിപ്പിച്ചതോടെ യോഗം ആരംഭിച്ച് ആദ്യത്തെ 40 മിനിറ്റ് നേരം ഇത് സംബന്ധിച്ച് അംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും വാക്കേറ്റങ്ങളും മാത്രമായി. പിന്നെ എല്ലാ സ്കൂളിലും ഏതെങ്കിലും നിലയിൽ ചെയ്യുന്ന സമയത്ത് ഈ ജില്ലയിലെല്ലാം ജില്ലാ പഞ്ചായത്ത് യോഗം അംഗീകരിച്ചതിന് ശേഷമാണോ അതിന്റെ എല്ലാ ഫയലും ഈ ജില്ലാ പഞ്ചായത്തിലുണ്ടാവോ? ഇത്തരത്തിൽ കമാനം സ്ഥാപിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയ്ക്ക് വിരുദ്ധമെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. ബഹളം ശക്തമായതോടെ വിഷയം സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടുത്ത ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ അജണ്ടയാക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം മറുപടി നൽകി. ഇതേ രീതിയിൽ ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ സ്പോൺസർഷിപ്പിലൂടെ കമാനം സ്ഥാപിച്ച് UDFിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് വെക്കുവാൻ ജില്ലാ പഞ്ചായത്ത് അനുമതി നൽകുമോ എന്ന ചോദ്യവും ബഹളത്തിനിടെ UDF അംഗങ്ങൾ ഉയർത്തി. അമൃത ന്യൂസ്, കാസർഗോഡ്.